കാണാതായ തന്റെ ഭാര്യയെ തേടി ഒരു ദ്വീപിലേക്ക് പോകുന്ന ഭർത്താവിന്റെ പേടിപ്പെടുത്തുന്ന യാത്ര കേൾക്കുമ്പോൾ ആകാംക്ഷ ഉയർത്തുന്ന ഒരു കഥയായി തോന്നുമെങ്കിലും ഇത് തെക്ക് ഐലൻഡ് എന്ന ഗെയിമിന്റെ പശ്ചാത്തലമാണ്. കേരളത്തിന്റെ എല്ലാ വൈകാരികതയും ഒപ്പിയെടുക്കുന്ന വിധത്തിലാണ് ഈ ഹൊറർ ത്രില്ലർ ഗെയിം മലയാളികളായ ആ 5 യുവാക്കൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1980കളിലെ കേരളത്തിന്റെ ഭംഗി വരച്ച് കാട്ടുന്ന ഈ ഗെയിം ഗെയിമേഴ്സിന്റെ ഇടയിൽ വളരെ കുറച്ച് സമയം കൊണ്ടാണ് ട്രെൻഡിങ് ആയത്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഗെയിമിംഗ് സ്ട്രീമേഴ്സിന്റെ ഇടയിൽ ഈ കേരള തനിമയുള്ള ഗെയിമിന് ഇതോടെ തന്നെ വൻ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 27-ാം തീയതി പുറത്തിറങ്ങിയ ഈ ഗെയിം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ GTA സീരീസുകളൊക്കെ വാഴുന്ന ഗെയിമിംഗ് ലോകത്തേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ്. റെഡ് വിൽസ് ഇന്ററാക്റ്റീവ്സിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് ഈ ഗെയിം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതുൽ ജോർജ്, അശ്വിൻ സുനിൽകുമാർ, PS ആദിത്യൻ, PV അശ്വിൻ, ആദി ഗോപകുമാർ എന്നിവരാണ് ഈ ടീമിലുള്ളത്. ഒരു ഹൊറർ അഡ്വഞ്ചറസ് വിഭാഗത്തിലുള്ള ഗെയിമായ തെക്ക് ഐസ്ലൻഡ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ 3D ഗെയിമാണ്. കാണാതായ ഭാര്യയെ തേടി ഒരു വിജനമായ ദ്വീപിൽ എത്തിച്ചേരുന്ന ഭർത്താവിന്റെ ഭീതിജനകമായ കഥയിലൂടെയാണ് തെക്ക് ഐലൻഡ് ഗെയിമേഴ്സിനെ കൊണ്ടുപോകുന്നത്. കേരളത്തിലെ തീരപ്രദേശങ്ങളും നിബിഡവനങ്ങളും പഴയ തറവാടും എന്നിവയെല്ലാം ഉൾപ്പെടുത്തി റിയലിസ്റ്റിക് ആയ രീതിയിലാണ് ഗെയിം ചെയ്തിരിക്കുന്നത്. മലയാള ഭാഷയിലുള്ള സംഭാഷണമാണ് ഇതിന്റെ പ്രത്യേകതയെങ്കിലും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ ഇംഗ്ലീഷ്, ഹിന്ദി സബ്ടൈറ്റിൽസ് ലഭ്യമാണ്. ഏകദേശം 1.5 മുതൽ 3 മണിക്കൂർ വരെയാണ് ഇതിന്റെ പ്ലേ ടൈം വരുന്നത്. കൂടാതെ ലോകോത്തര നിലവാരത്തിലുള്ള അൺറിയൽ എഞ്ചിൻ 5-ലാണ് ഈ ഗെയിം വികസിപ്പിച്ചിരിക്കുന്നത്. ഗെയിമിന്റെ സിനിമാറ്റിക് ടീസറുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. പ്രാദേശിക സംസ്കാരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കഥയ്ക്കും കേരളത്തിലെ യുവ ഡെവലപ്പർമാരുടെ കഴിവിനും ആഗോളതലത്തിൽ കിട്ടുന്ന അംഗീകാരത്തിന് തെളിവാണ് ഈ വിജയം. ഒപ്പം നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണിത്.